നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 45 മണിക്കൂർ നീണ്ടുനിന്ന ധ്യാനം അവസാനിപ്പിച്ച് പ്രധാനമന്ത്രി അദ്ദേഹം കന്യാകുമാരിയിൽ നിന്നും മടങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തേക്കുള്ള യാത്ര തിരിച്ചിരിക്കുകയാണ്. അതീവ സുരക്ഷയിലാണ് അദ്ദേഹം ആയിരിക്കുന്നത്. അതീവ സുരക്ഷാ ക്രമീകരണങ്ങളുടെ നടുവിൽ അദ്ദേഹം വിവേകാനന്ദ പാറയിൽ നിന്നും മടങ്ങി തിരുവള്ളൂരുടെ പ്രതിമയിൽ പുഷ്പവൃഷ്ടി അർപ്പിച്ചു. SPGയുടെ കനത്ത സുരക്ഷയിലായിരുന്നു അദ്ദേഹം തിരുവള്ളൂരുടെ പ്രതിമയിൽ പുഷ്പവൃഷ്ടി അർപ്പിച്ചത്. കഴിഞ്ഞ 3 ദിവസം വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിലായിരുന്നു പ്രധാനമന്ത്രി. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ച ഈ കഴിഞ്ഞ മാസം 30-ാം തീയതിയായിരുന്നു അദ്ദേഹം വിവേകാനന്ദ പാറയിലേക്ക് എത്തിയത്. വിവേകാനന്ദ പാറയിലെത്തിയ അദ്ദേഹം അവിടെയുള്ള ക്ഷേത്രം സന്ദർശിക്കുകയും അത് കഴിഞ്ഞ് തിരുവള്ളൂരുടെ പ്രതിമയിൽ പുഷ്പവൃഷ്ടി അർപ്പിക്കുകയും അതിനുശേഷം ധ്യാനത്തിലേക്ക് കടക്കുകയുമായിരുന്നു. 3 ദിവസം നീണ്ടുനിന്ന ധ്യാനം കണ്ടിന്യൂസ് ആയിട്ടുള്ള ധ്യാനമല്ലായിരുന്നു. ഇടയ്ക്ക് അദ്ദേഹം സൂര്യോദയമൊക്കെ കാണാൻ പുറത്തിറങ്ങിയ കാഴ്ചകളും ചിത്രങ്ങളും ഒക്കെ പുറത്തു വന്നതാണ്. എന്തായാലും 3 ദിവസം 45 മണിക്കൂർ നീണ്ടുനിന്ന ധ്യാനത്തിന് അന്തിമം വന്നിരിക്കുകയാണ്. അദ്ദേഹം വിവേകാനന്ദ പാറയിൽ നിന്നും മടങ്ങിയിരിക്കുകയാണ്. കനത്ത സുരക്ഷയിലായിരുന്നു കന്യാകുമാരി. വലിയ നിയന്ത്രണങ്ങളായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. എന്തായാലും എല്ലാത്തിനും ഒടുവിൽ ഇപ്പോൾ ധ്യാനം അവസാനിപ്പിച്ച് പ്രധാനമന്ത്രി മടങ്ങിയിരിക്കുകയാണ്. ഇതിനിടയിൽ അദ്ദേഹത്തിന് ധ്യാനം മുടക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ടായി. അതായത് ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മുതലെടുപ്പിനുള്ള ശ്രമമാണ് എന്നതടക്കമുള്ള ആരോപണം ഉന്നയിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് അത്തരത്തിലുള്ള, അതായത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പരാതിയെ തള്ളിയിരുന്നു. എന്തായാലും ധ്യാനമെല്ലാം എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് ധ്യാനം നടത്തി പ്രധാനമന്ത്രി മടങ്ങിയിരിക്കുകയാണ്. ഇന്ന് രാത്രി 7:30 അദ്ദേഹം തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരത്ത് നിന്നും അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും. വിവേകാനന്ദ പാറയിൽ നിന്നും ബോട്ടിലേക്കാണ് അദ്ദേഹം ഇങ്ങോട്ട് മടങ്ങിയത്. അതിനുശേഷം ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തുക. ആദ്യം പുറത്തു വന്ന വിവരങ്ങൾ അദ്ദേഹം വാരണാസിയിലേക്ക് മടങ്ങുമെന്നാണ്. കാരണം ഇന്ന് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ്. ഇന്ന് അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലത്തിലും വോട്ടെടുപ്പാണ്. വാരണാസിയിൽ അദ്ദേഹം ഇപ്രാവശ്യം മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും വോട്ടെടുപ്പ് നടക്കുകയാണ്. അവിടേക്ക് മടങ്ങുമെന്നായിരുന്നു തുടക്കത്തിലുള്ള വിവരങ്ങൾ. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങുമെന്നാണ്. എന്തായാലും വിവേകാനന്ദ പാറയ്ക്ക് ഇനി എന്ത് സംഭവിക്കും എന്നതാണ് രാഷ്ട്രീയ ലോകം, ഇന്ത്യ മൊത്തം ഒന്നടങ്കം ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് കേദാർനാഥ് ഗുഹയിൽ കഴിഞ്ഞ പ്രാവശ്യം പ്രധാനമന്ത്രി ഇതുപോലെ ധ്യാനത്തിന് പോയിരുന്നു. അതിനുശേഷം വലിയ മാറ്റങ്ങളാണ് കേദാർനാഥ് ഗുഹയ്ക്ക് സംഭവിച്ചത്. ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി, പ്രത്യേകിച്ച് ഒരു മതപരമായിട്ടുള്ളൊരു സ്ഥലമായി അത് മാറിക്കഴിഞ്ഞിരുന്നു. ഇനി വിവേകാനന്ദ പാറയ്ക്ക് എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനമിരുന്ന പാറ എന്ന വിശേഷണം കൂടി ഇനി വിവേകാനന്ദ പാറയ്ക്ക് വരും എന്ന കാര്യത്തിൽ സംശയമില്ല. മോദി പ്രാർത്ഥിച്ച സ്ഥലം, മോദി കടന്നുപോയ സ്ഥലം എന്നീ വിശേഷണങ്ങൾ കൂടി ഇനി വിവേകാനന്ദ പാറയ്ക്ക് സ്വന്തം എന്നതും ഏറ്റവും നിർണായകമായ കാര്യം തന്നെയാണ്. ഇവിടെ ഏവരും ഉറ്റുനോക്കുന്നത് ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയം. ഈ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വരവ് എന്തെങ്കിലും മാറ്റങ്ങൾ സൃഷ്ടിക്കുമോ എന്നതും ഉറ്റുനോക്കുകയാണ്. പ്രത്യേകിച്ച് തമിഴ്നാട്, കേരളം പോലുള്ള ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളെയൊക്കെ പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് BJP. അതിനിടയിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു സന്ദർശനം തമിഴ്നാട്ടിൽ എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള ഇളക്കം അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നതും ഏവരും ഉറ്റുനോക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവേകാനന്ദ പാറയിലെ ധ്യാനത്തിന് ശേഷം എന്താണ് തമിഴ്നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത്, തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതും ആകാംക്ഷ ഉണർത്തുന്ന കാര്യം തന്നെയാണ്. എന്തായാലും 45 മണിക്കൂർ നീണ്ടുനിന്ന ധ്യാനം അവസാനിപ്പിച്ച് പ്രധാനമന്ത്രി ബോട്ടിൽ കരയിലേക്കും അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്കും തിരിച്ചിരിക്കുകയാണ്. രാത്രി 7:30 അദ്ദേഹം തിരുവനന്തപുരത്ത് മടങ്ങിയെത്തും. SPGയുടെ കനത്ത സുരക്ഷയിലാണ് പ്രധാനമന്ത്രി ആയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അദ്ദേഹം ധ്യാനത്തിലായിരുന്നു. ധ്യാനം അവസാനിപ്പിച്ച് അദ്ദേഹം മടങ്ങിയിരിക്കുകയാണ്. 3 സാഗരങ്ങളുടെ സംഗമ കേന്ദ്രത്തിന് കിഴക്കേ ചെരുവിലായിരുന്നു അദ്ദേഹം ധ്യാനം നടത്തിയത്. വെള്ളിയാഴ്ച രാവിലെ അദ്ദേഹം ഉദയസൂര്യനെ വണങ്ങി. പൂജാപാത്രത്തിലെ തീർത്ഥം കടലിൽ ഒഴിക്കാണ് ആദ്യ പ്രാർത്ഥന പൂർത്തിയാക്കിയത്. കാവിമുണ്ടും ജുബയുമായിരുന്നു വേഷം. നെറ്റിയിൽ ഭസ്മക്കുറിയും കഴുത്തിൽ രുദ്രാക്ഷമാലയും അദ്ദേഹം ഇന്നലകളിൽ അണിഞ്ഞിരുന്നു. ഇന്ന് മടക്കയാത്രയിൽ വെള്ള വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. സൂര്യ നമസ്കാരത്തിന് ശേഷം അദ്ദേഹം സഭാമണ്ഡപത്തിലെ വിവേകാനന്ദ പ്രതിമയ്ക്ക് മുന്നിൽ ധ്യാനനിരതനാകുകയായിരുന്നു. ഉണക്കമുന്തിരിയും കരിക്കും മോരുമായിരുന്നു ആഹാരം. വിവേകാനന്ദ പാറയിലെ മാനേജറുടെ മുറി പ്രധാനമന്ത്രിയുടെ ഉപയോഗത്തിനായി പ്രത്യേകം സജ്ജീകരിച്ചിരുന്നു. അവിടെയായിരുന്നു അദ്ദേഹം ധ്യാനത്തിനുള്ള ശേഷമുള്ള സമയം ചെലവഴിച്ചത്.
വിവേകാനന്ദ പാറയിലേക്ക് നേരത്തെ സന്ദർശകരെ വിലക്കിയിരുന്നെങ്കിലും വെള്ളിയാഴ്ച നിയന്ത്രണങ്ങളോടെ അനുമതി നൽകിയിരുന്നു. മോദി ധ്യാന മണ്ഡപത്തിൽ ആയിരിക്കുമ്പോൾ മാത്രമാണ് സന്ദർശകരെ പാറയിലേക്ക് പോകാൻ അനുവദിച്ചത്. തിരിച്ചറിയൽ രേഖ പരിശോധിച്ചും മറ്റു വിവരങ്ങൾ ശേഖരിച്ചുമാണ് സന്ദർശകരെ കടത്തിവിട്ടത്. എണ്ണത്തിനും നിയന്ത്രണമുണ്ടായിരുന്നു. പ്രധാനമന്ത്രി ധ്യാനത്തിലേക്കിരുന്ന മണ്ഡപത്തിന് സമീപത്തേക്ക് സന്ദർശകരെ അനുവദിച്ചില്ല. പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായി 2000-ലേറെ പോലീസുകാരെയായിരുന്നു വിന്യസിച്ചത്. വിവേകാനന്ദ സ്മാരകത്തിലേക്ക് സന്ദർശകർക്ക് പ്രവേശന വിലക്കും ഏർപ്പെടുത്തിയിരുന്നു. 30-ാം തീയതി ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രി പൂജാരിമാർ പൂർണ്ണ കുംഭം നൽകിയാണ് സ്വീകരിച്ചത്. കന്യാകുമാരി ദേവിയുടെ ചില്ലിട്ട ചിത്രവും മോദിക്ക് സമ്മാനിച്ചിരുന്നു. എന്തായാലും ധ്യാനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി മടങ്ങിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.